യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം. यूहन्ना रचित सुसमाचार 20वां अध्याय. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറയ്ക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. അവൾ ഓടി ശിമോൻ പത്രോസിൻ്റെയും യേശുവിന് പ്രിയനായ മറ്റേ ശിഷ്യൻ്റെയും അടുക്കൽ ചെന്നു. കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി അവനെ എവിടെ വെച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് അവരോട് പറഞ്ഞു. അതുകൊണ്ട് പത്രോസും മറ്റേ ശിഷ്യനും പുറപ്പെട്ട് കല്ലറയ്ക്കൽ ചെന്നു. ഇരുവരും ഒന്നിച്ചോടി. മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിൽ ഓടി ആദ്യം കല്ലറയ്ക്കൽ എത്തി കുനിഞ്ഞു നോക്കി ശീലകൾ കിടക്കുന്നത് കണ്ടു. അകത്ത് കടന്നില്ല താനും. അവൻ്റെ പിന്നാലെ ശിമോൻ പത്രോസും വന്നു കല്ലറയിൽ കടന്നു. 11-ാമത്തെ വാക്യം ഞാൻ വായിക്കാൻ പോവാ. 11वां वचन हम पढ़ेंगे. എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. परंतु मरियम रोती हुई कब्र के पास ही बाहर खड़ी रही और रोते रोते कब्र की ओर झुककर 2 स्वर्गदूतों को उज्जवल कपड़े पहने हुए, एक को सिरहाने और दूसरे को पैताने बैठे देखा, जहां यीशु का शव रखा गया था. എൻ്റെ നോട്ടത്തിനകത്ത് വേദപുസ്തകത്തിലെ ഏറ്റവും ദുഃഖകരമായ ബൈബിൾ വാക്യം ഇതാണ്. मेरी दृष्टि में बाइबल में सबसे दुख भरा वचन ये है. ഏറ്റവും ദുഃഖകരമായ വാക്യം. सबसे दुखी करने वाला वचन ये है. എന്താ കാര്യം? इसका कारण क्या है? 10-ാമത്തെ വാക്യം. 10वें वचन में लिखा है, അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. तब ये चेले अपने घर लौट गए. ഞാൻ പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. അതെൻ്റെ മകൻ പിന്നീട് പ്രസംഗിക്കുന്നതായിരിക്കും. जो मैं कुछ बातें बोलना चाहता हूँ, मेरा बेटा थोड़ी देर बाद आपको ഞാനിന്ന് बताएगा. രാവിലെ അവൻ്റെ ഒക്കെ ചോദിച്ചു. मैंने आज सुबह उससे पूछा. അവൻ എന്നെ പഠിപ്പിച്ച ഒരു പരമാർത്ഥം ഇടയ്ക്കുണ്ട്. उसने जो मुझे सिखाया वो मेरे बीच में आ गया. ഞാൻ ചോദിച്ചു, നീ ഇത് പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയണ്ടായല്ലോ, കാരണം നീയാണ് എന്നെ പഠിപ്പിച്ചപ്പോൾ നിനക്ക് കുറച്ചുകൂടെ പറയാൻ അറിയാം. ये वचन तुमने मुझे सिखाया था, इसलिए क्या मैं इसे बोलूं या नहीं. 10-ാമത്തെ വാക്യം. 10वां वचन. അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് പോയി. तब ये चेले अपने घर लौट आए. ആരാണ്? कौन है? യേശുവിൻ്റെ ഒഴിഞ്ഞ കല്ലറ കണ്ടവർ. यीशु के खुले हुए कब्र को देखने वाले. 9-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നു, യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് അറിഞ്ഞവർ. इसमें लिखा है कि जब उनको ये खबर मिली कि यीशु जिलाए गए हैं, तब അവർക്ക് മനസ്സിലായി യേശു ഉയർത്തെഴുന്നേറ്റു. അയ്യോ, ക്രൂശിൽ മരിച്ച യേശു ഉയർത്തെഴുന്നേറ്റു, ഹല്ലേലൂയ. और वो बहुत आनंदित हुए कि मरे हुए यीशु जिलाए गए हैं, यीशु जीवित हैं, ये खबर उनको मिली. എന്നിട്ട് അവർ വീട്ടിൽ പോയി. ये सुनकर वो थोड़ी देर बाद घर चले गए. ഏറ്റവും ദുഃഖകരമായ വാക്യം. ये बहुत ही दुख की बात है. 11-ാമത്തെ വാക്യത്തിൽ നിന്ന് മറിയ കല്ലറയുടെ അടുക്കൽ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. लेकिन 11वें वचन में कहा है कि मरियम रोती हुई कब्र के पास बाहर खड़ी रही. മറിയ കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. मगदलेनी मरियम रो रही थी ശിഷ്യന്മാർ വീട്ടിൽ പോയി. और चेले लोग घर चले गए. ഏറ്റവും ദുഃഖകരമായ വാക്യം. सबसे दुख भरा वाक्य. അവര് കണ്ടോ അവള് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നേ? क्या उन्होंने देखा कि मरियम वहाँ रोती खड़ी है? ഒന്നുമല്ലെങ്കിൽ അവിടെ ഏങ്ങലടിയെങ്കിലും കേട്ടോ? कम से कम वो जो दिल से रो रही थी, शायद उन्होंने वो देखा होगा. പക്ഷെ അവര് വീട്ടിൽ പോയി. लेकिन वो लोग घर चले गए. എന്താ കാര്യം? उसका कारण क्या है? അവർക്ക് വീട്ടിൽ ചെന്നിട്ട് ജോലിയുണ്ട്. उनको घर जाके बहुत काम करना है. പശുവിനെ അഴിച്ചു കെട്ടാനുണ്ട്. उनकी गायों को पानी देना है. മോന്റെ കാനഡയ്ക്ക് പോകുന്ന വിസയ്ക്ക് പോകണം. അതിനു വേണ്ടി बेटा का कनाडा वाला वीसा आ गया है, उसके लिए जाना है. മോക്ക് MBBSന്റെ അഡ്മിഷൻ എങ്ങനെയെങ്കിലും ഒന്ന് പോയിട്ട് ട്യൂഷൻ എടുക്കണം. बेटी को MBBS के लिए एडमिशन के लिए किसी तरह ठीक करना है. 50 ലക്ഷം രൂപ കൊടുത്താലും വേണ്ടിയില്ല, എൻ്റെ മോക്ക് എങ്ങനെയെങ്കിലും MBBS അഡ്മിഷൻ. 50 लाख रुपए दे भी दे तो कोई फर्क नहीं है, लेकिन MBBS में एडमिशन करवाना है. അപ്പൊ അവരെല്ലാരും അങ്ങ് വീട്ടിൽ പോയി. इसलिए वो लोग बिजी थे, वो चेले लोग अपने घर चले गए. കരയുന്ന ഒരു പെണ്ണിനെ പറ്റി അവൾ ചിന്തിച്ചില്ല. और रोती बिलखती उस स्त्री के विषय में किसी ने नहीं सोचा. നിങ്ങൾ അതിന് എന്ത് പേര് പറയും? आप ऐसे लोगों को क्या नाम देंगे? എൻ്റെ മലയാളം അത്ര നല്ലതല്ല. मेरा मलयालम उतना अच्छा नहीं है. എൻ്റെ ഹിന്ദി ഇംഗ്ലീഷും നല്ലതല്ല. मेरा हिंदी और इंग्लिश भी अच्छा नहीं എൻ്റെ വാക്കുകൾ വളരെ കുറവാണ്. है. मेरे शब्द बहुत कम है. നിങ്ങൾ കേരളത്തിൽ ജീവിക്കുന്നില്ലേ, നിങ്ങൾക്ക് മലയാളം അറിയാം. आप लोग केरला में रहते हैं, आपको मलयालम आता നിങ്ങൾ है. ആ സഹോദരന്മാരുടെ പ്രവൃത്തിയെ എന്ത് വിളിക്കും? आप इन चेलों के कार्य को किस प्रकार से वर्णित करेंगे? ക്രൂരത, क्रूरता, കഠിന ഹൃദയം, कठिन हृदय, ദയവില്ലാത്തവർ, दया नहीं है, ചിന്തയില്ലാത്തവർ, सोच नहीं है. വേറെ കുറച്ച് പേരൂടെ ഉണ്ടെങ്കിൽ ഇട്ടാട്ടെ. क्या कोई और विशेषण आप उनको देना चाहेंगे? പക്ഷെ ഞാൻ നിങ്ങളുടെയൊക്കെ ചോദിക്കുക, നിങ്ങൾ അവരെക്കാളും മെച്ചമാണോ? लेकिन आप अपने जीवन में देखिए, क्या आप उनसे बेहतर हैं, उन चेलों से बेहतर है? നിങ്ങളുടെ അടുക്കൽ കരയുന്ന ഒരു മറിയ ഇല്ലയോ? क्या आपके घर के पास एक रोती बिलखती मरियम नहीं है? ഒരു കള്ളു കുടിക്കുന്ന ഭർത്താവിൻ്റെ ഭാര്യ ഇല്ലയോ?
क्या आपके बगल में एक पत्नी जो रो रही है क्योंकि उसका पति शराब पीता है, ऐसा व्यक्ति नहीं है? കോളേജിൽ പോയിട്ട് വൃത്തികേടൊക്കെ കാണിച്ചു വരുന്ന മോടെ അപ്പനില്ലയോ? क्या एक बेटी जिसका पिता गलत काम करता है, ऐसे व्यक्ति को आप नहीं जानते हो? അവരുടെ വീട്ടിൽ പോയി സുവിശേഷം പറഞ്ഞു. क्या आप उनके घर पे जाके सुसमाचार सुनाए? കരയുന്ന ഒരു വീട്ടില്ലയോ നിങ്ങളുടെ അടുക്കൽ? क्या रोने वाले लोगों का एक घर आपके पास नहीं है? അവരുടെ വീട്ടിൽ പോയി സുവിശേഷം പറയാനുള്ള ചുമതല ആരുടെയാണ്? क्या आपके घर जाकर सुसमाचार सुनाने का उत्तरदायित्व किसका है? ബില്ലി ഗ്രഹാം വരണമോ ദിനകരൻ അങ്കിൾ വരണമോ? मैं आऊं कि दिनकरन अंकल आकर उनको सुनाएंगे? അതോ ജീവനുള്ള പി.ജി. വർഗീസ് വരണമോ? जीवित चीज पीजी वर्गीस अंकल आए क्या वहाँ? നിങ്ങളുടെ അടുക്കൽ നിങ്ങളുടെ വീടിനടുക്കൽ കരയുന്ന ഒരു മറിയുണ്ട്. आपके घर के पास रोने वाला एक व्यक्ति है. കരയുന്ന ഒരു കരുണാകരനുണ്ട്. रोने वाला एक करुणाकरण है. കരയുന്ന ഒരു മുഹമ്മദ് കോയയുണ്ട്. रोने वाला एक मोहम्मद है. അവരുടെ സുവിശേഷം പറയാനുള്ള ചുമതല തങ്കക്കൊടമേ നിങ്ങളുടെയാണ്. और उससे सुसमाचार सुनाने का उत्तरदायित्व आपका है. ഞാൻ താമസിക്കുന്നത് ഡൽഹിയിലാണ്. मैं दिल्ली में रहता हूँ. ഞാനൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. मैं एक फ्लैट में रहता हूँ. 15ാമത്തെ നിലയിലാണ്. वो 15वें स्टोरी में है. അവിടെ 4 കെട്ടിടമുണ്ട്. वहाँ पर 4 बिल्डिंग है. ABCD 4 കെട്ടിടമുണ്ട്. ABCD 4 बिल्डिंग है. 4-നാത്തും കൂടെ 264 വീടുണ്ട്, ഫ്ലാറ്റുണ്ട്. और उसमें बहुत सारे फ्लैट्स हैं. ആ 266 പേർക്കും വീട്ടുകാർക്കും യേശുവിനെ പറ്റി അറിയാം. और उन सारे फ्लैट में रहने वाले, बिल्डिंग में रहने वाले सबको सुसमाचार पता है, यीशु के बारे में पता है. അവരോട് ആരാ യേശുവിനെ പറ്റി പറഞ്ഞത്? उनसे किसने यीशु के बारे में बोला? ദിനകരൻ അങ്കിൾ അല്ല, दिनकरन अंकल ने नहीं, ബില്ലി ഗ്രഹാമും അല്ല, बिली ग्राहम ने नहीं, വർഗീസ് ഉപദേശി. वर्गीस उपदेशी. എന്നെ അവിടെ ആക്കിയിരിക്കുന്നത് എൻ്റെ കാവൽക്കാരനായിട്ടാണ്. परमेश्वर ने मुझे वहाँ के रखवाले के रूप में रखा है. നിങ്ങൾക്ക് നല്ല പഠിത്തമുള്ള ഒരു പാസ്റ്ററെ തന്നിട്ടുണ്ട്. आपको बहुत पढ़े लिखे एक पास्टर को परमेश्वर ने दिया है. നല്ലതുപോലെ വചനം പഠിപ്പിക്കുമെന്ന് എനിക്കറിയാം. वो अच्छी तरह से वचन सिखाते हैं, मैं जानता हूँ. നിങ്ങൾ കാവൽക്കാരനാണ്. वो आपकी कलीसिया का रखवाला है. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ കാവൽക്കാരനാണ്. आप जिस जगह में रहते हो उसके आप रखवाले हो. അവിടെ എഴുതിയിരിക്കുന്നു ആരെങ്കിലും നരകത്തിൽ പോയാൽ നീ ഉത്തരവാദിയാണ്. और वहाँ का कोई भी व्यक्ति अगर नरक में जाता है उसका उत्तरदायित्व आपके ऊपर है. ചെങ്ങന്നൂരിന്റെ തിരുവല്ലായ്ക്ക് നിങ്ങൾ എവിടെയാണോ അവിടുത്തെ ഉത്തരവാദി കാവൽക്കാരൻ നിങ്ങളാണ്. നിങ്ങൾ അവരോട് യേശുവിനെ പറ്റി പറഞ്ഞില്ല എങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും. चेंगनूर का तिरुवल्ला का रखवाला परमेश्वर ने आपको बताया है, और अगर आप वो नहीं करेंगे, उनसे सुसमाचार नहीं सुनेंगे, तो एक दिन परमेश्वर आपको उसका हिसाब पूछेगा. ഞാൻ അവർക്കെല്ലാവർക്കും ഓരോ പുസ്തകം കൊടുത്തിട്ടുണ്ട്. मैंने उन सबके घरों में जाकर उनको एक एक पुस्तक ഈ दिया है. ക്രിസ്മസിനും കൊടുക്കും. मैं इस क्रिसमस में भी दूंगा. ഞാൻ കൊടുക്കും. 750 രൂപ വിലയുള്ള ഒരു പുസ്തകം ഓരോ ഫ്ലാറ്റിലും കൊണ്ട് കൊടുക്കും. 750 रुपए कीमत वाले किताब को हर फ्लैट के हर घर में जाके दूंगा. നരേന്ദ്രമോദിക്ക് കൊടുക്കും. मैं नरेंद्र मोदी जी को दूंगा. ഇന്ത്യയിലെ എല്ലാ മിനിസ്റ്റേഴ്സിനും കൊടുക്കും. इंडिया के सारे मंत्रियों को दूंगा. നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് കൊടുക്കും. मैंने आपके मुख्यमंत्री को दूंगा. വായിച്ചാലും വായിച്ചില്ലേലും ശരി അയക്കാനായിട്ടെല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. आमीन. वो पढ़े या ना पढ़े उससे मुझे मतलब नहीं, लेकिन मैं दूंगा, वो मेरा उत्तरदायित्व है. നിങ്ങൾ പറഞ്ഞേക്കാം വർഗീസിന്റെ ലൈനും വേണ്ടി രൂപ ഉണ്ടായിട്ടാണ്. तब वो लोग, आप लोग कहेंगे वर्गीस पास्टर आपके पास तो पैसा है इसलिए आप दे सकते हो. എന്നെ കൊണ്ട് കഴിവുള്ളതുപോലെ ഞാൻ ചെയ്യും, നിങ്ങളെ കൊണ്ട് കഴിവുള്ളതുപോലെ നിങ്ങൾ ചെയ്യണം. आपके पास जितनी हैसियत है उस अनुसार आप दीजिए, मेरे पास जितना है मैं उस अनुसार दूंगा. ഞാൻ കട്രായിലായിരുന്ന സമയത്ത് കട്രായിൽ യേശുവിനെ പറ്റി കേൾക്കാത്ത ഒരു മനുഷ്യനില്ലായിരുന്നു. जब मैं कटरा में रह रहा था, निवास कर रहा था, उस समय कटरा में एक ऐसा व्यक्ति नहीं है जिसने सुसमाचार नहीं सुना. ഞാൻ അവിടുന്ന് പഞ്ചാബിലെ പട്ടാൻകോട്ട് വന്ന് താമസിച്ചു. और उस जगह को छोड़कर मैं पंजाब के पठानकोट नाम की जगह में आके 1,00,000 അവിടുത്തെ ജനസംഖ്യ. 1 लाख वहाँ की जनसंख्या थी. അവിടെ യേശുവിനെ പറ്റി കേൾക്കാത്ത ഒരു മനുഷ്യനും ഇല്ലായിരുന്നു. और वहाँ पर यीशु के बारे में ना सुना वाला एक व्यक्ति भी नहीं ഞാൻ था. കട്ടിലേക്ക് കയറി കിടന്ന് ഉറങ്ങിയപ്പോഴല്ല, പിന്നെയോ ഞാൻ പോയി സുവിശേഷം പറഞ്ഞപ്പോൾ. मैं बिस्तर पे लेटकर सो नहीं रहा था, बल्कि मैं निकलकर जाकर एक एक व्यक्ति से सुसमाचार सुना रहा था. ആരുടെ ജോലിയാണ് നിങ്ങളുടെ ഗ്രാമത്തിൽ സുവിശേഷം പറയാനുള്ളത്? आपके गांव में जाकर सुसमाचार सुनाने का कार्य किसका हो? നിങ്ങളുടെ ജോലിയാണ്. वो आपका उत्तरदायित्व है. പഴയ സ്വാതന്ത്ര്യം ഇപ്പോഴില്ലെന്ന് എനിക്കറിയാം. मैं जानता हूँ कि गत वर्षों में जो स्वतंत्रता थी वो अभी नहीं है. പക്ഷെ മനസ്സ് വെച്ചാൽ അവസരം ഉണ്ടാക്കി പറയാം. आमीन, आमीन. लेकिन अगर आपने मन में निश्चय कर लिया तो आपके लिए मार्ग खुल जाएगा. നിങ്ങളുടെ വീട്ടിലൊരു ബർത്ത്ഡേ വരുമ്പോൾ അയലത്തുള്ളവരെയൊക്കെ ഒന്ന് വിളിച്ചാട്ടെ. आपके घर में अगर किसी का बर्थडे है तो आपके अड़ोसी पड़ोसियों को उसके लिए ഒരു പീസ് കേക്കും ഒരു ചായയും കൊടുത്താൽ മതി. उनको एक पीस केक और एक चाय देना. എന്നിട്ട് സുവിശേഷം പറയാൻ അറിയാവുന്ന ഒരാളുടെ, നിങ്ങൾ പറയാൻ ശ്രമിക്കരുത്, പറയാൻ അറിയാമെങ്കിൽ പറഞ്ഞു, അല്ലെങ്കിൽ നല്ലതുപോലെ അക്രൈസ്തവരോട് സുവിശേഷം പറയാൻ വെക്കുന്ന ഒരാളിനെ വിളിച്ച സുവിശേഷം പറയും.
और एक व्यक्ति जो अच्छी तरह सुसमाचार सुना सकता है उस व्यक्ति को भी इनवाइट करके इन इनवाइट किए हुए लोगों को सुसमाचार എന്നിട്ടൊരു സിനിമ കാണിച്ചാട്ട് और उसके बाद अब एक सिनेमा दिखाइए। ഞാൻ 5 സിനിമ ഉണ്ടാക്കിയിട്ടുണ്ട്. मैंने 5 सिनेमाएं निर्मित की। എൻ്റെ സിനിമ ഏതെങ്കിലും സിനിമ കണ്ടിട്ടുള്ളവരൊന്ന് കൈപൊക്കിക്കേ. मेरे किसी भी सिनेमा को देखने वाले लोग अपना हाथ उठाएंगे। വീട്ടിൽ പോയിട്ട് യൂട്യൂബിനകത്ത് അടിച്ചാൽ മതി മലയാളം ക്രിസ്ത്യൻ മൂവി PG വർഗീസ് നിങ്ങൾക്ക് കാണാം. अगर आप YouTube में ऐसा टाइप करते हैं मलयालम क्रिश्चियन मूवी PG वर्गीस तो वो 5 सिनेमा आप देख सकेंगे। അക്രൈസ്തവർക്ക് കാണിക്കാൻ കൊള്ളാവുന്ന നല്ല ഒന്നാം തരം 5 സിനിമ. आमीन। 5 सिनेमा मैंने बनाया है जो अविश्वासी लोगों को दिखाया जा सकता है। ഏതെങ്കിലും ഒരു സിനിമ കാണിച്ചാൽ उनमें से कोई भी एक सिनेमा आप डालकर अपने बर्थडे पार्टी में दिखा सकते हैं। എൻ്റെ അവസാനത്തെ സിനിമയുടെ ബഡ്ജറ്റ് എത്ര രൂപയായിരുന്നു അറിയാം? मेरी आखिरी सिनेमा जो मैंने बनाई थी उसका बजट आप जानते हैं कितना है? 55 ലക്ഷം രൂപ. 55 लाख रुपए। ബെറ്റർ ഹാഫ്. बेटर हाफ। കാണണം. आप वो देखिए। അത് കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ എന്തിനാ ഞാൻ അത്രയും രൂപ ചെലവാക്കിയെന്ന്. अगर आप वो सिनेमा देखेंगे तभी आप समझ पाएंगे कि क्यों मैंने इसके लिए इतना पैसा खर्चा किया। അയലത്തുള്ളവരെ വീട്ടിലോട്ട് വിളിച്ചിട്ട് സിനിമ കാണിക്കുക, സുവിശേഷം പ്രസംഗിക്കുക, ഒരു പുസ്തകം കൊടുക്കുക, യേശുവിനെ പറ്റി പറയുക. हाँ, सो आप इस प्रकार कर सकते हैं। अपने पड़ोसियों को आप इनवाइट कर सकते हैं, उनको ये सिनेमा दिखा सकते हैं, पुस्तक दे सकते हैं और उनको सुसमाचार सुना सकते हैं। അവരുടെ ബർത്ത്ഡേ ആണെങ്കിലും അവരുടെ വീട്ടിലെ ഒരു ബർത്ത്ഡേ ആണെങ്കിലും ചെല്ലുമ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഒരു പുസ്തകം കൊടുത്താട്ടെ. हाँ, और अगर आपको किसी ने अपने बर्थडे पे बुलाया है, आमंत्रित किया, आप वहाँ भी जा सकते हैं और उसके साथ एक किताब गिफ्ट दे सकते हैं। ഞാൻ നരേന്ദ്രമോദിക്കൊക്കെ എഴുതി വെച്ചിരിക്കുക. मैंने नरेंद्र मोदी जी के लिए चिट्ठी लिखकर रखी है। അടുത്ത മാസത്തിൽ പുസ്തകം പാക്കാവും. अगले महीने ये बुक पैक करके മോദിജി ഹാപ്പി ക്രിസ്മസ് ആൻഡ് ബ്ലെസ്ഡ് ന്യൂ ഇയർ അവർക്ക് और പുസ്തകം. उसके ऊपर लिखूंगा मोदी जी हैप्पी क्रिसमस एंड हैप्पी न्यू ईयर। നിങ്ങൾ പ്രാർത്ഥിക്കാമെങ്കിൽ ദൈവം നിങ്ങൾക്കും ഒരു പ്ലാൻ തരും. आमीन आमीन। अगर आप प्रार्थना करते हैं तो परमेश्वर आपको भी एक योजना बताकर देंगे। ഇന്ന് ഞാൻ ഒരാളുടെ ഒക്കെ സംസാരിക്കായിരുന്നു ഹിമാചൽ പ്രദേശിൽ. आज मैं हिमाचल प्रदेश के एक भाई से बात कर रहा था। അദ്ദേഹം എൻ്റെ ഒക്കെ ചോദിച്ചു സിംലയിലെ ചർച്ചിലാന്ന് വന്ന് പ്രസംഗിക്കാൻ വന്നെന്ന്. शिमला में क्या आप चर्च में प्रचार करने आए थे? ഞാൻ ചർച്ചിലൊന്നും പോകത്തില്ല. मैं चर्चों में नहीं प्रचार करता। അതൊക്കെ വലിയ ആളുകൾ വയ്ക്കുള്ളൂ. वो बड़े लोग जाते हैं। എന്നെ വിളിച്ചത് റോഡിൽ നിന്ന് പ്രസംഗിക്കാനാണ്. मेरे को परमेश्वर ने सड़क पे खड़े होकर प्रचार करने के लिए ഞാൻ बुलाया। കഴിഞ്ഞ വർഷം ഡിസംബർ 1 തീയതി മുതൽ ജനുവരി 10 തീയതി വരെ ഇന്ത്യയിലെ പോലീസ് കേരളത്തിലെ പോലീസിൻ്റെ നിന്ന് പെർമിഷൻ വാങ്ങിച്ചിട്ട് കന്യാകുമാരിയിൽ നിന്നും കാസർഗോഡ് വരെ സുവിശേഷം പ്രസംഗിച്ചു റോഡിൽ നിന്ന്. दिसंबर 1 से लेकर जनवरी 10 तारीख तक पिछले साल मैंने पुलिस परमिशन लेकर रोड में जाकर परमिशन लेकर प्रचार किया, सुसमाचार का प्रचार किया। ഒരു ചർച്ചിൽ കയറിയില്ല. किसी भी चर्च में मैंने प्रवेश नहीं ഒരു किया। ടൗൺ ഹാളിലും കയറിയില്ല. एक टाउन हॉल में भी प्रवेश नहीं किया। റോഡിൽ നിന്നുകൊണ്ട് പ്രസംഗിച്ചു. सड़क पे खड़े होकर मैंने सुसमाचार प्रचार किया। ചിലർ മോട്ടോർ സൈക്കിളിനകത്തോ കാറിനകത്തോ പോയിട്ട് ഇങ്ങനെ തിരിച്ചു വരും. कुछ लोग मोटरसाइकिल में और कार में गुजरते हैं और फिर वापस से आ जाते हैं। അടുത്ത് നിൽക്കുന്നവരൊക്കെ ചോദിക്കും ഇത് PG വർഗീസ് അല്ലയോ? और वो गाड़ी वापस मोड़ कर लाकर कहते हैं ये PG वर्गीस अंकल है ना। അവരെളുപ്പം ഫോൺ എടുത്ത് വെച്ച് എൻ്റെ ഫോട്ടോ എടുത്തു. और वो मोबाइल लेकर मेरा फोटो लेते हैं। ഒരാൾ വന്ന് ചോദിച്ചു എന്തിനാ നിങ്ങൾ ഇത് പ്രസംഗിക്കുന്നത്? हाँ, एक व्यक्ति ने मुझसे कहा तुम क्यों इसका प्रचार कर रहे ഞാൻ हो? പറഞ്ഞു ഞാൻ പ്രസംഗിച്ചില്ലെങ്കിൽ പിന്നെ ആര് പ്രസംഗിക്കും? मैंने कहा कि अगर मैं नहीं प्रचार करूंगा तो कौन करेगा? ദൈവം എന്നെ വിളിച്ചത് സുവിശേഷം പ്രസംഗിക്കാൻ. परमेश्वर ने मुझे बुलाया सुसमाचार सुनाने के लिए। പള്ളിക്കറി പെന്തിക്കോസ് IPC ചർച്ചിൽ പോയി പ്രസംഗിക്കാനല്ല എന്നെ വിളിച്ചത്. परमेश्वर ने मुझे IPC चर्च पेंतिकोस चर्च में जाके प्रचार करने के लिए नहीं बुलाया है। അങ്ങനെ വിളിയുള്ളവർ ചെയ്തോട്ടെ. जिसकी ऐसी बुलाहट है वो ऐसा कर सकते എന്നെ हैं। വിളിച്ചത് റീച്ച് ദ അൺറീച്ച്ഡ് അറ്റ് എനി കോസ്റ്റ്. हाँ, परमेश्वर ने मुझे बुलाया है जिन लोगों ने सुसमाचार नहीं सुनाया है उनको सुनाने के लिए। കഴിഞ്ഞ വർഷം എനിക്ക് 80 വയസ്സായി. पिछले साल मुझे 80 വയസ്സായി. കഴിഞ്ഞ 80 വർഷം 80 വയസ്സായി. 80 80 साल का हो गया। 50 വർഷമായി സുവിശേഷം വരെ. सुसमाचार सुनाने का कार्य करके 50 साल हो गया। 80 കൂടെ കൂട്ടിയപ്പോൾ 130 ആയി. 50 और 80 अगर जोड़ेंगे तो 130। ഞാൻ വിചാരിച്ചു സ്വർഗത്തിലെ ദൈവത്തിന്റെ സുവിശേഷം 130 സ്ഥലത്ത് നിന്നുകൊണ്ട് പ്രസംഗിക്കണം. तो मैंने निर्णय लिया कि 130 जगहों में जाकर मैं सुसमाचार सुनाऊंगा। 132 സ്ഥലത്ത് നിന്നുകൊണ്ട് റോഡിൽ നിന്നുകൊണ്ട് പ്രസംഗിച്ചു. 132 जगहों में जाकर रोड पे जाकर मैंने सुसमाचार सुनाया। എന്നെ കൊണ്ട് ചെയ്യാൻ ഒക്കുന്നത് ഞാൻ ചെയ്തു. जो कुछ मुझसे हो सकता है उसका मैक्सिमम मैं करूंगा। നിങ്ങളെ കൊണ്ട് ചെയ്യാൻ ഒക്കുന്നത് നിങ്ങൾ ചെയ്യണം. जो आपसे बन पड़ता है आप वो कीजिए। ഡൽഹി ഞങ്ങൾക്കൊരു ചർച്ചുണ്ട്. दिल्ली में हमारा एक चर्च है। ഞാനും എൻ്റെ ഭാര്യയും കൂടെ ചർച്ചിൽ പോകും. ഇപ്പോഴത്തെ ഭാര്യയും കൂടെ ഞങ്ങൾ രണ്ടും കൂടെ ചർച്ചിൽ പോകും. मैं और मेरी पत्नी उस चर्च में गए। ഇപ്പോഴത്തെ ഭാര്യ എനിക്ക് ഹിന്ദി अभी जो मेरी पत्नी है എനിക്ക് ഹിന്ദി അറിയാം. अभी जो मेरी पत्नी है उनके साथ मैं चर्च में गया। പഴയ പത്നി എന്നാ ഇപ്പോഴത്തെയും പത്നി വെച്ച് മാറുന്ന ഇടപാടുകൾ എനിക്ക്. पुरानी पत्नी ही अभी भी मेरी पत्नी है, बदलने का सिस्टम नहीं है। ചർച്ചിൽ പോകും. हम लोग चर्च गए।
ചർച്ചിൽ നിന്ന് വന്ന് എൻ്റെ മൂത്ത മോൻ്റെ വീട്ടിൽ പോയി ചോറുണ്ണു. और उस चर्च के बाद मैं अपने बड़े बेटे के पास जाके खाना എൻ്റെ खाता ബാക്ക് പാക്ക് ഇരിപ്പുണ്ട്. हूँ। बैकपैक वहाँ पे रखा है ബാക്ക് പാക്കിനകത്ത് 650 ചെറിയ പുസ്തകങ്ങളുണ്ട്. और उस बैकपैक के अंदर 750 ഞാൻ Books है। നേരെ അവിടുത്തെ മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലും. और उस बैकपैक को लेकर वो वहाँ से मेट्रो स्टेशन जाता हूँ। ഒരു വശത്ത് ഞാൻ നിൽക്കും, ഒരു വശത്ത് ലില്ലി നിൽക്കും. एक साइड में मैं खड़े होती हूँ, दूसरी साइड लिल्ली खड़ी होती है। വരുന്നവർക്കെല്ലാം പുസ്തകം കൊടുക്കും. और जो लोग आते हैं उन सबको मैं किताबें देता हूँ। ചിലർ വന്ന് ചോദിക്കും പി ജി വർഗീസ് അല്ലയോ? हाँ, कुछ लोग कहते हैं कि क्या आप पीजी वर्गीस से ബ്രദർ बोल रहे हैं? വേറെ ആരെ കൊണ്ടെങ്കിലും പുസ്തകം കൊടുപ്പിച്ചാൽ പോരായോ? ബ്രദർ എന്തിനാ ഇത് ചെയ്യുന്നത്? वो कहते हैं कि आप क्यों किताबें दे रहे हैं, किसी और से ये काम करवाइए। ദൈവം എന്നെ വിളിച്ചത് വേറെ ആരെ കൊണ്ടെങ്കിലും സുവിശേഷം പ്രസംഗിപ്പിക്കാനല്ല, ഞാൻ പ്രസംഗിക്കാനാണ്. परमेश्वर ने मुझे बुलाया है इस कार्य के लिए, मुझे चुना है, इसलिए मैं खुद ही करूँगा। എല്ലാ ഞായറാഴ്ചയും हर संडे എൻ്റെ നേരെ അപ്പുറത്ത്, ഞാൻ താമസിക്കുന്ന നേരെ അപ്പുറത്തെ കെട്ടിടത്തിനകത്ത് 1,00,000 പേര് ജോലി ചെയ്യുന്നുണ്ട്. मैं जहाँ रहता हूँ उसके ऑपोजिट वहाँ पे एक बिल्डिंग में 1,00,000 रुपए 1,00,000 लोग रहते हैं, കാം കർത്തേ ഹേ. काम करते हैं। മാസത്തിലൊരിക്കൽ അവിടെ നിന്നുകൊണ്ട് അവർ ഇറങ്ങി വരുമ്പോൾ ഞാൻ പുസ്തകം കൊടുക്കും. और जब वो लोग निकल कर आते हैं तो मैं उनको महीने में एक बार किताबें देता हूँ। ഞാൻ വലിയ കാര്യം ചെയ്യുന്നെന്നല്ല പറഞ്ഞു. मैं बड़ी बड़ी काम करने के बारे में नहीं कह रहा हूँ आपसे। എന്റെയൊക്കെ ചോദിക്കും വർഗീസ് എന്തിനാ ചെയ്യുന്നേ? मुझसे लोग कहते हैं वर्गीस आप क्यों कर रहे हैं ये बात? കാറ്റെന്തിനാ വീശുന്നേ? हाँ, हवा क्यों बहती है? ആറെന്തിനാ ആറ്റിലെ വെള്ളം എന്തിനാ ഒഴുകുന്നത്? नदी का पानी क्यों बहता है? പി ജി വർഗീസ് എന്തിനാ ട്രാക്ട് കൊടുക്കുന്നത്? पीजी वर्गीस क्यों ट्रैक देते हैं? ദൈവം എന്നെ വിളിച്ചത് സുവിശേഷം പ്രസംഗിക്കാനാണ്. परमेश्वर ने मुझे सुसमाचार प्रचारक के रूप में बुलाया है। സുവിശേഷം കേട്ടിട്ടില്ലാത്തവരുടെ സുവിശേഷം പറയണം. ऐसे लोगों ने जिसने सुसमाचार नहीं सुनाया है उनको सुनाने के लिए बुलाया है। ഹല്ലേലൂയ. हालेलुया। ചോദ്യം ചോദിക്കാൻ പോവാ. मैं आपसे एक सवाल पूछने जा रहा ഈ हूँ। വർഷത്തിൽ നിങ്ങൾ ആരെയെങ്കിലും ഒരാളിനെ നേടിയോ? इस साल आपने किसी भी एक व्यक्ति को सुसमाचार सुनाया है? उद्धार में लेके आए हो? उद्धार का अनुभव में लाया है? उद्धार के अनुभव में क्या आप लेकर आए हो? क्यों नहीं? എന്തുകൊണ്ടില്ല? क्यों नहीं लेकर आए? ഒന്നും അല്ലെങ്കിൽ ശ്രമിച്ചോ? क्या आपने कम से कम कोशिश की? ഒരാളിന്റെ വീട്ടിൽ പോയോ? क्या आप किसी एक व्यक्ति के घर में गए? അവരോട് യേശുവിനെ പറ്റി പറഞ്ഞോ? क्या आपने उस व्यक्ति से यीशु के बारे में ഒരു कहा? പുസ്തകം കൊടുത്തോ? क्या आपने उनको एक किताब दी? ചിലർ പറയും യോഹന്നാന്റെ സുവിശേഷ പ്രതി കൊടുത്തു. हाँ, कुछ लोग कहते हुए ने यूहन्ना का सुसमाचार का प्रति दिया। യോഹന്നാന്റെ സുവിശേഷ പ്രതി കൊടുത്താൽ ഏതെങ്കിലും ഒരുത്തന് മനസ്സിലാവൂ? आप सोचिए कि अगर सुसमाचार का वो प्रति दिया जाए तो क्या कोई उद्धार पाएगा? മനസ്സിലാവുമായിരുന്നെങ്കിൽ കത്തോലിക്കരും യാക്കോക്കാരും മർത്തോമക്കാരും എല്ലാവരും രക്ഷിക്കപ്പെടത്തില്ലായിരുന്നു. अगर ऐसा समझ में आता तो मर्तोमा कैथलिक लोग, ये लोग जो किताब पढ़ते हैं, बाइबल पढ़ते हैं, वो लोग അവർക്ക് उद्धार पाते हैं। മനസ്സിലാകുന്ന ഭാഷയിൽ ഒരു പുസ്തകം കൊടുത്താൽ, उनको जिस भाषा में समझ में आता है सरल भाषा की किताब देनी चाहिए। അവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഒരു സിനിമ കാണിച്ചാൽ, उनको जो समझ में आता है एक सिंपल सिनेमा दिखाइए। അവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ യേശുവിനെ പറ്റി നിങ്ങളുടെ വാ കൊണ്ട് പറഞ്ഞാട്ടെ. उनको जिस रीति में समझ में आता है आपके मुंह को खोलकर उनसे सुसमाचार बोलिए। ചിലർ പറയും എനിക്ക് സുവിശേഷം പ്രസംഗിക്കാൻ അറിഞ്ഞുകൂടാ. कुछ लोग कहते हैं हमें सुसमाचार सुनाना आता ही नहीं है। നിന്റെ അനുഭവം അങ്ങ് പറഞ്ഞാൽ മതി. आपके जीवन का अनुभव, आपकी गवाही आप उनसे बोलिए। ഞാൻ ഇതുവരെ എന്തുവാ പറഞ്ഞേ? मैं इतने दिन से आपसे क्या कह रहा हूँ? അയ്യോ എനിക്ക് തിയോളജി അറിയത്തില്ല, मुझे थियोलॉजी नहीं आता है, എനിക്ക് അനുഭവോളജി മാത്രമേ അറിയത്തുള്ളൂ. मेरे को सिर्फ अनुभवोलॉजी बताना आता है। നിനക്ക് എന്റെ അനുഭവം അങ്ങ് പറഞ്ഞാൽ മതി. मैं अपने अनुभवों को बताता हूँ। എന്റെ കാലിന്റെ മുട്ടിന്റെ വേദന മാറി. मेरे पैर के घुटने का दर्द चला गया। ഒരിക്കൽ ഞാൻ ഒറീസയ്ക്ക് പോവാണ്. एक दिन मैं उड़ीसा की ओर जा रहा था। എൻ്റെ കുടുംബം എൻ്റെ കൂടെ ഉണ്ട്. मेरा परिवार मेरे साथ था। അപ്പം ഞങ്ങൾ എൻ്റെ മൂത്ത മോന് 10 വയസ്സ്, मेरा बड़ा बेटा 10 साल का था, ബ്ലസ്സൻ 6 വയസ്സ്. ब्लेसन 6 साल का। ഞങ്ങൾ ഒറീസയ്ക്ക് പോവാ. हम लोग उड़ीसा की ओर जा എൻ്റെ रहे थे। 6-7 കെട്ടുണ്ട്. मेरे पास 6-7 बंडल था। 2 മാസത്തേക്ക് സുവിശേഷ വേലയ്ക്ക് പോവാ. 2 महीने के लिए सुसमाचार सुनाने के लिए जा रहा ഞാൻ ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് മിഷൻ നടത്തുന്ന മനുഷ്യനല്ല. था। मैं दिल्ली में बैठकर वहां से सुसमाचार ഞാൻ सुनाने മിഷൻ वाला व्यक्ति ഫീൽഡിൽ എൻ്റെ സുവിശേഷ വേലക്കാരോടൊപ്പമായിരിക്കും. हूं। मिशन फील्ड में मैं अपने कर्मचारियों के साथ जाता हूँ। അതുകൊണ്ട് 2 മാസത്തേക്ക് കുഞ്ഞുങ്ങളുടെ അവധി സമയത്ത് ഞാൻ പോവാണ്. और 2 महीने बच्चों का जब छुट्टी था गर्मी का, उस समय में गया। എൻ്റെ കാലിന് നല്ല വേദന. मेरे पैर में बहुत ज्यादा दर्द हो रहा था। ഓർത്തോയെ കാണാനൊന്നുമുള്ള പൈസ കയ്യിലില്ല. ऑर्थो डॉक्टर को दिखाने के लिए मेरे पास पैसे नहीं थे। അന്ന് ബന്ധുക്കളായ ഓർത്തോകളില്ലായിരുന്നു താനും. और मेरे रिश्तेदार कोई भी ऑर्थोपेडिशियन नहीं था। അപ്പം എനിക്ക് 6ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ വരണം. मैं 6वें प्लेटफॉर्म में उतरा, वहां से पहले प्लेटफॉर्म में आना है। ഞാനൊരു കെട്ടു എടുത്തോണ്ട് പോവാ. मेरे सर पर एक बहुत बड़ा बोरी है। എൻ്റെ മൂത്ത മോനെയും കൂടെ കൊണ്ടുപോവാ. मेरे बेटे को भी ले जाना है സ്തോത്രം, और मैं चलने में दिक्कत हो रहा है। സ്തോത്രം. मैं लड़कर चल रहा हूँ। അന്നേരം അവിടെ 2 നാമധേയ ക്രിസ്ത്യാനികൾ പട്ടാളക്കാരിട്ടിപ്പുണ്ട്. और वहाँ पर 2 सैनिक लोग बैठे हैं जो
मसीही हैं। അവർ പറഞ്ഞു ആണ്ട്രാ സൂത്ര ഉപദേശി വരുന്നു. उन्होंने कहा ये स्तोत्रम उपदेश ही आ रहा है। ഞാനത് കേട്ടു. मैंने वो सुन लिया। അപ്പൊ ഞാൻ ഇച്ചിരി കട്ടിയായിട്ട് നടക്കുക. तो मेरा दर्द हो रहा है लेकिन मैं और कड़क चलने लगा। സ്തോത്രം. स्तोत्रम। അവിടെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ പെട്ടി കൊണ്ടുവച്ച് വെച്ച് ഞാൻ തിരികെ വരിക. मैं पहले प्लेटफॉर्म में अपना पेटी रख के वापस आया। അന്നേരം നടക്കുക സ്തോത്രം. स्तोत्रम बोल के मैं चल रहा हूँ। മറ്റവർ പറയാ ആണ്ട്രാ സൂത്ര ഉപദേശി പിന്നെയും വരുന്നു. उनने फिर से कहा दे स्तोत्रम उपदेश ही ഞാൻ चल के आ रहा രണ്ടാമത്തെ കെട്ടുകൊടുത്തോണ്ട് പോവുക. है। मैं दूसरा बंडल भी लेकर आया। അന്നേരം അവർ കളിയാക്കി. तब भी उन्होंने मेरा मजाक ഞാൻ उड़ाया। തിരിച്ചു വന്നപ്പോഴും കളിയാക്കി. मैं तीसरे बार वापस आया। മൂന്നാമത്തെ പെട്ടിയും കൊണ്ട് പോയപ്പോഴും പറഞ്ഞു. तीसरे पेटी को लेकर वापस गया। ഞാൻ തിരിച്ചു വരുമ്പോഴും പറഞ്ഞു ആണ്ട്രാ ഈ സൂത്രോപദേശിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനേ ഉള്ളോ നേരം. तो ये लोग मेरा मजाक उड़ाने लगे, ये स्तोत्रम उपदेशी क्यों यहाँ वहाँ जा रहा है। ഞാൻ തിരിച്ചു നടക്കുക. मैं फिर से चल रहा हूँ। സ്തോത്രം. स्तोत्रम। എൻ്റെ ദൈവമേ നേരെ കാല് നേരെ നടന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു. मैंने परमेश्वर से प्रार्थना की मेरा पैर ठीक हो जाता तो अच्छा होता। പെട്ടെന്ന് നോക്കിയപ്പോഴേ എൻ്റെ കാലിലെ വേദന मैंने അങ്ങ് देखा പോയി. सडनली मेरे पैर का दर्द ഞാൻ चला പറഞ്ഞു गया। സ്തോത്രം 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 मैंने സ്തോത്രം स्तोत्रम, സ്തോത്രം स्तोत्रम, സ്തോത്രം. धन्यवाद परमेश्वर कहा। എൻ്റെ അനുഭവം ഞാൻ പറയും. आमीन। मैं अपने अनुभव दूसरों को सुनाता हूँ। നിന്റെ അനുഭവം നീ പറയണം. आपका अनुभव, आपकी गवाही आप दूसरों से जाके सुनाइए। സുവിശേഷം ഒന്നും പറഞ്ഞില്ലേലും ഉള്ള അനുഭവം അങ്ങ് പറഞ്ഞാൽ മതി. अगर सुसमाचार सुनाना नहीं भी आता है आप अपनी गवाहियों को നീ सुनाइए। പറഞ്ഞു 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 വരുമ്പോൾ ബാക്കിയുടെ ദൈവം പഠിപ്പിച്ചു. आप जब बोलकर शुरू करोगे परमेश्वर और वचन आपको उसके साथ जोड़ देगा। ഞാനൊരു ദിവസം പട്ടാളത്തിലിരിക്കുന്ന സമയത്ത് ചോറുണ്ണാനിരിക്കുക. एक दिन जब मैं आर्मी में काम कर रहा था, मैं खाना खाने के लिए बैठा എൻ്റെ ഞാനൊരു ശബ്ദം കേട്ടു. और तब मैंने एक आवाज़ सुनी। എൻ്റെ ഭാര്യ ചോറ് കൊണ്ടുവച്ചു. मेरी पत्नी ने मेरे को खाना लाकर रखा। ഞാൻ ചോറുണ്ണന്നേരം ഒരു ശബ്ദം കേട്ടു. जब चावल खा रहा था मैंने एक आवाज़ सुनी। ഞാൻ നിനക്ക് ആഹാരം തന്നു. मैंने तुझे आहार दिया, നീ എൻ്റെ ജോലി എന്തോ ചെയ്തു. तुमने मेरा काम कितना किया। ഞാൻ വൈകുന്നേരത്തെ ആഹാരമാണ്. वो शाम का खाना मैं खा रहा हूँ। ഞാൻ ട്രാക്ട് കൊടുത്തതാ. मैंने बहुत लोग को ट्रैक दिया ഞാൻ है। ട്രാക്ട് ഇല്ലാതെ പട്ടാളത്തിൻ്റെ ഓഫീസിൽ പോകത്തില്ല. मैं बिना ट्रैक्ट के वो अपने आर्मी ऑफिस में नहीं जाता हूँ। എന്നും എൻ്റെ ഡയറി കാണും, കുറച്ച് ട്രാക്ട് കാണും. मेरे पास एक डायरी होगा और ट्रैक्ट होगा। പട്ടാളത്തിൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിനകത്ത് യോഹന്നാൻ്റെ സുവിശേഷ പ്രതി ഇവിടെ രണ്ടെണ്ണം കാണും, ഇവിടെ രണ്ടെണ്ണം കാണും, ഇവിടെ മൂന്നെണ്ണം കാണും, ഇവിടെ മൂന്നെണ്ണം കാണും. और मेरे सारे पॉकेट में यूहन्ना के सुसमाचार का वो प्रति हमेशा रहता था। ഞാനൊരു പ്രധാനപ്പെട്ട കസേരയിൽ ഇരിക്കുകയാണ്. मैं एक महत्वपूर्ण पद पे बैठा हूँ ഓഫീസേഴ്സ് എല്ലാം കാര്യം സാധിക്കാനായിട്ട് എൻ്റെ അടുക്ക് വരും. और अलग अलग अधिकारी अपनी आवश्यकताओं के लिए मेरे पास आते हैं। അവർക്കൊരു യോഹന്നാൻ്റെ സുവിശേഷ പ്രതി കൊടുക്കും. मैं उसको उठाकर उनको यूहन्ना का एक प्रति दे देता हूँ। എന്നെ കൊണ്ട് ചെയ്യാനൊക്കുന്നത് ഞാൻ ചെയ്തു, നിങ്ങളെ കൊണ്ട് ചെയ്യാനൊക്കുന്നത് നിങ്ങൾ ചെയ്യണം. जो मुझसे बन पड़ता है वो सब मैंने किया, आपसे जो बन पड़ता है आपको वो करना है। ചോറുണ്ണാൻ നേരം ദൈവം എൻ്റെ അടുക്കൽ ചോദിച്ചു. एक दिन परमेश्वर ने मुझे चावल खाते समय सवाल पूछा। ഞാൻ നിനക്ക് ആഹാരം തന്നു, मैंने तुम्हें खाने के लिए നീ आहार दिया, എൻ്റെ എന്ത് ജോലി ചെയ്തു? तूने मेरा क्या क्या काम किया। ഒരു സംശയം, ഇന്ന് ട്രാക്ട് കൊടുത്തായിരുന്നു? तब मेरे को लगा कि शायद मैं आज ट्रैक देना भूल गया, इसलिए പെട്ടെന്ന് परमेश्वर ഞാൻ पूछा। കേട്ടു ഈ ചോദ്യം. എൻ്റെ പപ്പ, ഞാൻ പപ്പ എന്നാ വിളിക്കുന്ന അപ്പച്ചനെ, പപ്പ ചോദിക്കുന്നത് ഞാൻ കേട്ടു. अब ये आवाज मुझे जैसे मेरे पापा मुझसे पूछ रहे हो उस प्रकार मुझे वो आवाज सुनाई दी। ഞാനൊരു പിഴയായ ചെറുക്കനായിരുന്നു. मैं बचपन में बहुत ही खराब स्वभाव का व्यक्ति था, ഒരു ജോലിയും ചെയ്യത്തില്ല. कोई भी काम नहीं करता था। ഞങ്ങൾക്ക് 5-6 പശുക്കൾ കാണും എപ്പോഴും. हमारे 4-5 काउस थे। ഈ പശുക്കളെ അഴിച്ചു കെട്ടാൻ പറഞ്ഞാലും ഞാൻ അവിടെ ചെന്ന് പാട്ടും പാടിയും വെച്ച് പോരും, അഴിച്ചു മാറ്റി കെട്ടത്തില്ല. और मेरे पापा मुझे भेजते थे इस गाय को एक जगह से दूसरी जगह बांधने के लिए, मैं वो भी नहीं करता था। ഒരു ദിവസം പപ്പ വിഷമം കൊണ്ട്, സങ്കടം കൊണ്ട് എൻ്റെ അടുക്ക ചോദിച്ചതാ. एक दिन पापा को बहुत दुख लगा और दुख के कारण उन्होंने मुझसे ये पूछा, എടാ ഈ വീട്ടിലെ ചോറ് നീ ഉണ്ണുന്ന എന്തോ ജോലി ചെയ്ത് ഈ വീട്ടിൽ? पापा ने दुख से बोला कि तू मेरे घर का चावल तो खाता है लेकिन तूने इस घर के लिए क्या अच्छा किया। എൻ്റെ പപ്പ ചോദിച്ച ചോദ്യം ദൈവത്തിൽ നിന്ന് ഞാൻ കേട്ടു. और वही सवाल जो वर्षों पहले मेरे पापा ने पूछा था आज परमेश्वर मुझसे पूछ रहे हैं। ഞാൻ നിനക്ക് ആഹാരം തരുന്നു. मैंने तुझे आहार दिया। പട്ടാളത്തിൽ ജോലി ചെയ്തതിൻ്റെയാ. मैं सेना में काम कर रहा हूँ, നിങ്ങളും ജോലി ചെയ്തിട്ടാ. आप भी काम कर रहे हो, പക്ഷെ മറക്കരുത് ദൈവമാ തന്നു. लेकिन नहीं भूलना कि वो नौकरी നിങ്ങളുടെ परमेश्वर ने आपको दी। ജോലിയായിരിക്കും, നിങ്ങളുടെ നെൽകൃഷിയിലായിരിക്കും, നിങ്ങളുടെ കൃഷിഭൂമിയിലായിരിക്കാം, പക്ഷെ നിനക്ക് ആരോഗ്യവും ആഹാരവും തന്നു ദൈവമാണെന്ന് പറഞ്ഞു പോലെ. आप नौकरी कर रहे होंगे, आप कृषि कर रहे होंगे, अलग अलग कामों में होंगे, लेकिन ये कभी नहीं भूलना कि ये नौकरी और ये आपका स्वास्थ्य जो दिया है वो परमेश्वर അതിന് का gift है। പകരം നീ എന്ത് ചെയ്തു? उसके लिए आपने बदले में परमेश्वर को क्या दिया है। ഞാൻ ഇവിടെ ഒരു ലിസ്റ്റ് എഴുതി വെച്ചിരിക്കുകയാണ്. मैंने यहाँ पर एक लिस्ट लिख कर रखा है। 1% കുറച്ച് ക്രിസ്ത്യാനികളുള്ള സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ്? 1% से भी कम मसीही लोग भारत के किस किस प्रांतों में हैं। 1% കുറച്ച് ക്രിസ്ത്യാനികളുള്ള സ്ഥലം. 1% से कम मसीही लोग किस प्रांतों में रहते हैं? ബീഹാറിൽ 0.12%. बिहार में 0.12%, ബിന്ദു
बिंदु। ഗുജറാത്തിൽ 0.52%, गुजरात में 0.52%, ഹരിയാന 0.20%, हरियाणा में 0.2%, ഹിമാചൽ 0.18%, हिमाचल में 0.18%, മധ്യപ്രദേശ് 0.29%, मध्य प्रदेश 0.29%, മഹാരാഷ്ട്ര 0.96%. महाराष्ट्र में 0.96%। ബോംബെയിലൊക്കെ പുനയിലുള്ള മലയാളികളെ ഉൾപ്പെടെയായി പറയുന്നത്. बॉम्बे में जो मलयाली रहते हैं उनको भी मैंने इसमें सम्मिलित किया। രാജസ്ഥാൻ 0.14%, राजस्थान 0.14%, UP 0.18%, यूपी 0.18%, ഉത്തരാഖണ്ഡ് 0.37%, उत्तराखंड 0.37%, വെസ്റ്റ് ബംഗാൾ 0.72%. वेस्ट बंगाल 0.72%। എന്തുകൊണ്ട് ഇത്രയും കുറവ്? क्यों इतने कम लोग मसीह में हैं? ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ്. मैं बता सकता हूँ। നാം പോയില്ല, हम लोग नहीं गए, നാം പോയില്ല. हम लोग नहीं गए, നമ്മുടെ മക്കളെ അയച്ചില്ല. हमने अपने बच्चों को नहीं भेजा। ഇവിടെ ഇരിക്കുന്നതിൽ എത്ര മാതാപിതാക്കൾ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ എൻ്റെ കുടുംബത്തിൽ നിന്നൊരു സുവിശേഷ വേലക്കാരൻ ഉണ്ടാകട്ടെ. यहाँ पर बैठे कितने माता पिता पूरे मन से प्रार्थना करते हैं, मेरा कोई एक बच्चा सुसमाचार प्रचारक बने। ഞാൻ സഹോദരിമാരുടെ അടുക്കൽ ഇങ്ങനെ പറയും, मैं बहनों से इस प्रकार कहता हूँ, ഗർഭിണിയാകുമ്പോഴേ വയറ്റത്ത് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. जब आप गर्भवती होती हो उसी समय से अपने पेट पे हाथ रखकर प्रार्थना करना चाहिए। ഇതാണാണേലും പെണ്ണാണേലും നീ വിളിച്ചാൽ ഞാൻ പുറകോട്ട് പിടിച്ചു നിർത്തത്തില്ല. आमीन। ये मुझे बेटा हो या बेटी हो, अगर आप इसे बुलाते हैं तो मैं सुसमाचार के लिए इसे पीछे नहीं मुड़ूंगा। എൻ്റെ പപ്പായുടെ ഒരു കസിൻ ബ്രദർ പുനലൂരെ മർത്തോംപള്ളിയിലെ അച്ഛനായിരുന്നു, ഉമ്മനച്ഛൻ, KG ഉമ്മനച്ഛൻ. मेरे एक कजिन है KG उम्मन अचन, എൻ്റെ പപ്പായുടെ കസിൻ. मेरे पापा के कजिन है। അദ്ദേഹത്തിൻ്റെ മകനും ഒരു മർത്തോമയിലെ അച്ഛനായിരുന്നു, उनका जो बेटा था वो मर्तमा चर्च का एक प्रीस्ट थे, KO സാം അച്ഛൻ. KO सैम अचन। അദ്ദേഹത്തിൻ്റെ കല്യാണത്തിന് അപ്പനച്ഛൻ ഇങ്ങനെ പ്രസംഗിച്ചു. उनके विवाह के दिन वो जो ज्येष्ठ अच्चन थे उनने इस प्रकार प्रचार किया। ഞാൻ വേദപുസ്തകം പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായി, എൻ്റെ ആദ്യത്തെ ആൺകൊച്ചനെ ദൈവവേലക്കാരനാക്കണം. जब मैंने बाइबल पढ़ा था तब मैंने इस प्रकार उसमें एक वचन पढ़ा था कि अपने पहलौठों को परमेश्वर को दे देना। അദ്ദേഹം ആ വാക്യവും പറഞ്ഞു. उन्होंने वो वचन उठाकर അന്ന് എനിക്ക് 14 വയസ്സേ ഉള്ളൂ. उस समय मेरे को 14 साल का उम्र है। ഞങ്ങൾ യാക്കോബക്കാരാണ്. हम लोग याकोबा चर्च के हैं, പക്ഷെ എൻ്റെ തലയിൽ അത് പതിഞ്ഞു. लेकिन वो जो प्रचार मैंने सुना वो वचन मेरे सर ദൈവം पे അങ്ങനെ लग गया। പറഞ്ഞിട്ടുണ്ട്, നിന്റെ ആദ്യത്തെ ആൺ സന്താനത്തെ ദൈവവേലയ്ക്ക് കൊടുക്കണമെന്ന്. और ऐसा बाइबल में लिखा है कि तू अपने पहलौठे को परमेश्वर को समर्पित करना। പക്ഷെ ഞാനങ്ങ് മറന്നു. तो फिर मैं भूल गया। പിന്നെ ഞാൻ രക്ഷിക്കപ്പെട്ടു. उसके बाद मेरा उद्धार हुआ, രക്ഷിക്കപ്പെടുന്ന സമയത്ത് ലില്ലി 7 മാസം ഗർഭിണിയാണ്. और उद्धार पाने के बाद 7वें महीने मेरी पत्नी का 7वां महीना था। എനിക്കിത് ഓർമ്മ വന്നു. तब मुझे सडनली वो बात याद आई। എൻ്റെ അതായത് 10-30 വർഷത്തിന് മുമ്പ് ഉമ്മനച്ഛൻ പറഞ്ഞത്, 15 വർഷത്തിന് മുമ്പ് ഉമ്മനച്ഛൻ പറഞ്ഞത്, നിന്റെ ആദ്യത്തെ ആൺ സന്താനത്തെ ദൈവവേലയ്ക്ക് കൊടുക്കണം. 15 साल पहले वो उम्मन नचन का जो प्रचार मैंने सुना था कि अपने पहली संतान को परमेश्वर को देना, वो यकायक मेरे याद में आ गया। ഞാൻ ലില്ലിയുടെ വയറ്റിൽ കൈവച്ചു. मैंने लिली के पेट में हाथ रखा। കർത്താവ്, ഇത് ആണാണേലും പെണ്ണാണേലും परमेश्वर अगर तू मुझे पुत्र देता है या पुत्री देता है, നിന്റെ വേല ചെയ്യുന്ന കുഞ്ഞായിരിക്കട്ടെ. वो तेरा सुसमाचार तेरा कार्य करने वाला व्यक्ति बने। കാശ്മീരിലൊക്കെ കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിയും, പഞ്ചാബിലുമൊക്കെ मुंह मीठा करो എന്ന് പറയും. जब कश्मीर में और पंजाब में जब बच्चा पैदा होता है तो लोग मुंह मीठा करवाते हैं, ലഡ്ഡു കൊടുക്കണമെന്ന്. लड्डू देते हैं, खुशी मारते हैं। ഞാൻ വിചാരിച്ചു അവനൊക്കെ ലഡ്ഡു കൊടുക്കുന്നതിന് മുമ്പേ സുവിശേഷം പ്രസംഗിച്ചിട്ടാണ്. मैंने सोचा कि लड्डू के बजाय उनको सुसमाचार में सुनाऊं। അതുകൊണ്ട് ഞാൻ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ ഒക്കെ ടൈപ്പ് ചെയ്തു. मैंने एक आमंत्रण पत्र टाइप किया എന്നിട്ട് എൻ്റെ സ്നേഹിതർക്ക് എല്ലാവർക്കും കൊടുത്തു. और मेरे सारे मित्रों को दिया। ഞാൻ പറഞ്ഞു ചർച്ചിൽ വരണം. मैंने कहा चर्च में आना, അവിടെ വെച്ച് ആ ലഡ്ഡു വിതരണം ചെയ്തു. वहाँ पे मैं आपको लड्डू दूंगा। ഒരൊറ്റ ക്രിസ്ത്യാനി ഇല്ല, वहाँ एक भी मसीही नहीं है, എല്ലാ ഹിന്ദുക്കളെയും വിളിച്ചു. सब हिंदू लोगों को मैंने बुलाया चर्च आने के लिए। എൻ്റെ കയ്യിൽ അതിനു വേണ്ടി രൂപയും ഇല്ല. और मेरे पास उतना पैसा भी नहीं है, എന്നാലും ഞാൻ ലഡ്ഡു വാങ്ങിച്ചുണ്ട്. फिर भी मैंने लड्डू खरीदा। എനിക്ക് സുവിശേഷം പറയാൻ അറിയത്തില്ല, എൻ്റെ പാസ്റ്റർ സുവിശേഷം പറഞ്ഞു. मेरे को सुसमाचार सुनाना नहीं आता, मेरा पासवान अच्छी तरह सुनाता है। ആ ഇൻവിറ്റേഷൻ ലെറ്ററിന്റെ മുകളിൽ അടിച്ചിരുന്ന വാക്യം ഇതായിരുന്നു, और उस आमंत्रण पत्र के ऊपर मैंने एक वचन लिखा, നിന്റെ ആദ്യത്തെ ആൺ സന്താനത്തെ ദൈവത്തിന്റെ വേലയ്ക്ക് കൊടുക്കണം. तुझे पहले पुत्र को तू परमेश्वर की सेवकाई के लिए समर्पित कर। എവിടെയാ വാക്യം? वो वचन कहाँ पे लिखा है? അറിയാൻ വയ്യാത്ത പാസ്റ്റർമാരും എല്ലാവരും ഉണ്ടെങ്കിൽ എഴുതിയെടുത്തോ. कोई पास्टर लोग को ये नहीं पता है तो वचन लिख ले। വീട്ടിൽ ചെന്നിട്ട് അതങ്ങ് ഡിലീറ്റ് ചെയ്തേക്കണം.
घर जाके उसको डिलीट कर देना। കാരണം നിങ്ങളാരും ദൈവവേലയ്ക്ക് അയക്കത്തില്ലല്ലോ. അയച്ചാലും അമേരിക്കയിലോ ദുബായിലോ അങ്ങനെ അയക്കത്തുള്ളൂ. क्योंकि आप लोग अपने बच्चों को परमेश्वर के सेवकाई के लिए भेजना ही नहीं चाहते हो, आप उनको दुबई में और अमेरिका में भेजना चाहते हो। ദൈവ ഇഷ്ടം നിറവേറട്ടെ അമേരിക്കയിൽ. और हम प्रार्थना करते हैं परमेश्वर तेरी इच्छा पूरी हो कि वो अमेरिका जाए। എന്നെ അമേരിക്കയിലുള്ള ഒരു പ്രസംഗിക്കാൻ വിളിക്കാത്തതിന്റെ കാരണം അറിയാം. अमेरिका में मुझे लोग प्रचार के लिए नहीं बुलाते हैं। ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഏത് പാസ്റ്റർ വിളിക്കും എന്നെ? हाँ, अगर मैं ऐसे जाके प्रचार करूंगा तो कौन पासवान मुझे പക്ഷെ बुलाएगा? ഞാൻ പറഞ്ഞില്ലെങ്കിൽ ആര് പറയും? लेकिन अगर मैं नहीं बोलूंगा तो कौन बोलेगा? മീറ്റിങ്ങിന് പ്ലാറ്റ്ഫോം ഇന്ന് വരെ അന്വേഷിച്ചിട്ടില്ല. मैंने मीटिंग्स के लिए प्लेटफॉर्म कभी भी उसके पीछे नहीं गया हूँ। പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം അങ്ങനെയാ പറയുന്നത്. निर्गमन 13 का 1 में इस प्रकार लिखा है, നിന്റെ ആദ്യത്തെ ആൺ സന്താനത്തെ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കണം. फिर यहोवा ने मूसा से कहा, क्या मनुष्य क्या पशु के इसराइलियों में जितने अपनी माँ के जेठे हों उन्हें मेरे लिए पवित्र मानना, वह मेरी ही है। അത് ദൈവത്തിന്റെ വേലയ്ക്കുള്ളതാണ്. वो परमेश्वर के कार्य के लिए है। ഞാൻ പാറശാല മുതൽ കോട്ടയത്ത് വരെയുള്ള ബൈബിൾ കോളേജുകളിൽ പ്രസംഗിച്ചു. मैंने पाठशाला से लेके कोटयम कोटयम तक तक। बाइबल कॉलेजों में इस वचन का प्रचार किया। ഒരു വലിയ ദൈവദാസൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വലിയ ദൈവദാസൻ എൻ്റെ ഇങ്ങനെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞു, और एक बहुत बड़े परमेश्वर के दास ने अपने छाती पे हाथ मार के मुझसे कहा, വർഗീസെ 5 പേര് പോലും മലയാളികളില്ല. यहाँ जो आ रहे हैं उनमें से 5 लोग भी मलयाली नहीं है। ബാക്കിയുള്ളതൊക്കെ വടക്കേ ഇന്ത്യയിൽ നിന്ന് വണ്ടിക്കൂലിയും പോക്കറ്റ് മണിയും കൊടുത്തു കൊണ്ടുവന്നിരിക്കുക. आमीन। बाकी लोग जो यहाँ बाइबल कॉलेज में पढ़ने के लिए आए हैं वो उत्तर भारत से आए हैं। എന്താ ബൈബിൾ കോളേജുകളിൽ ആളില്ലാത്തത്? क्यों बाइबल कॉलेज में पढ़ने के लिए लोग नहीं है? നാം നമ്മുടെ മക്കളെ അയക്കുന്നില്ല. हम अपने बच्चों को नहीं भेज रहे हैं। എൻ്റെ വല്യപ്പച്ചൻ പോകാത്തത് കൊണ്ടാണ് ഈ 1% താഴെ ഈ സ്ഥലങ്ങൾ, ഈ സ്റ്റേറ്റുകളിൽ ക്രിസ്ത്യാനികളുള്ളത്. मेरे बाप दादा लोग यहाँ नहीं गए, इस कारण से इन जो स्टेट्स का नाम पढ़ा है वहाँ पर എൻ്റെ അപ്പച്ചൻ പോയില്ല. मेरे पिताजी नहीं गए। നിങ്ങൾ പ്രാർത്ഥിക്കണം. आप प्रार्थना करना, കർത്താവേ, എൻ്റെ കുടുംബത്തിൽ നിന്നൊരു ഉപദേശി ഉണ്ടാവട്ടെ. परमेश्वर मेरे परिवार से हालेलुया एक व्यक्ति सुसमाचार, യേശുവിനെ പറ്റി കേട്ടിട്ടില്ലാത്ത സ്ഥലത്തേക്ക് പോകുന്ന ഒരു വ്യക്തി ഉണ്ടാകട്ടെ. യേശുവിനെ പറ്റി കേട്ടിട്ടില്ലാത്തവരുടെ ഇടയിലേക്ക് പോകുന്ന ഒരു വ്യക്തി ഉണ്ടാകട്ടെ. मेरे घर में कम से कम एक व्यक्ति उठे जो जिन लोगों ने सुसमाचार नहीं सुना है उनको सुनाने वाला बने। അടിയനിത അടിയൻ്റെ അയൽക്കാരനെ അയക്കണമെന്നല്ല, അടിയനിത എന്നെ അയക്കണമേ, അല്ലെങ്കിൽ എൻ്റെ ഒരു കുഞ്ഞിനെ അയക്കണമേ. परमेश्वर मैं हूँ, मेरे पड़ोसी को भेज, ऐसी प्रार्थना नहीं करना है। परमेश्वर ये मैं आपके सामने प्रस्तुत हूँ, मुझे भेजना परमेश्वर। 5 മക്കളുണ്ട്. मेरे 5 बच्चे हैं, 4 പേര് ദൈവവേല ചെയ്യുക. उनमें से 4 लोग सुसमाचार सुना रहे हैं। 2 പേര് ശമ്പളം വാങ്ങിക്കൊണ്ട് ചെയ്യുന്നു, 2 പേര് എന്നെ പോലെ ഓടി നടന്നു സുവിശേഷം. 2 लोग अपना आमदनी के साथ, नौकरी के साथ सुसमाचार सुना रहे हैं और 2 लोग मेरे तरह जा रहे हैं। 5ാമത്തവൻ രൂപ ഉണ്ടാക്കുന്നു, അതിനകത്ത് നല്ലൊരു ഭാഗം ദൈവവേലയിൽ ചെലവാക്കും. मेरा 5वां बेटा वो कार्य कर रहा है और उससे जो आमदनी मिलती है उसका एक बहुत बड़ा प्रतिशत वो सुसमाचार के कार्य के लिए दे रहा है। ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ ഒരു തീരുമാനമെടുക്കാം. परमेश्वर के लिए कुछ ना कुछ करने का एक निर्णय आज आपको लेना है। നാം പോയില്ലെങ്കിൽ ആര് പോകും? अगर हम नहीं जाएंगे तो कौन जाएगा? നാം അയച്ചില്ലെങ്കിൽ ആര് പോകും? ആര് പോകും? हम लोग नहीं भेजेंगे तो कौन भेजेगा? നാം നാം താമസിച്ചു പോയില്ല, നാം വളരെ വളരെ താമസിച്ചു പോയി. हमें देरी नहीं की है, हमने बहुत बहुत अधिक देरी कर दी है। ഉത്തർപ്രദേശ് സ്റ്റേറ്റിൽ വേദപുസ്തകം കൊണ്ട് റോഡിൽ നടക്കാൻ ഒക്കത്തില്ല. क्या आप जानते हैं कि उत्तर प्रदेश की स्टेट में बाइबल पकड़ के हम नहीं रोड पे निकल सकते हैं? റോഡിനകത്ത് നടക്കാൻ ഒക്കത്തില്ല. रोड में बाइबल पकड़ के नहीं चल सकते हैं। അതങ്ങ് ദൂരെ ഉത്തർപ്രദേശിലല്ലയോ. अब आप सोच रहे हैं ये तो दूर प्रदेश की बात, उत्तर प्रदेश की बात है। നാളെ കേരളത്തിലും അതുപോലുള്ള സ്ഥിതി വന്നെന്ന് വരാം. कल हो सकता है यही बात केरला में भी आ जाए। അധികം താമസിക്കുന്നതിന് മുമ്പ് നമുക്ക് സുവിശേഷമായിട്ട് പോകാം. बहुत देर होने से पहले हम सुसमाचार लेकर निकले। ഭാരതം കാത്തിരിക്കുകയാണ്. भारत आपका इंतजार कर रहा है। ഞാൻ സ്ഥലം കാണിച്ചു തരാം. मैं आपको जगह दिखाऊंगा। ഒറീസയിൽ ഞങ്ങൾക്ക് ഒരു 2000 സഭകൾ കാണും. ओडिशा में हमारे 2000 कलीसियाएं हैं। ഏറ്റവും ചെറിയ സഭ 600 പേരുടെയാണ്. सबसे छोटी कलीसिया में लगभग 600 लोग हैं। കാശ്മീരിലെ കട്രായിൽ ഞാൻ ചെല്ലുന്ന സമയത്ത് ഒരൊറ്റ ക്രിസ്ത്യാനി ഇല്ലായിരുന്നു. जब मैं कश्मीर के कटरा नाम की जगह में गया वहाँ पर एक विश्वास भी नहीं था। ഇന്ന് അവിടെ 5 സഭകളുണ്ട്. आज वहाँ पर 5 कलीसियाएं हैं। ഏറ്റവും ചെറിയ സഭ ഞങ്ങളുടെയാ. सबसे छोटी कलीसिया हमारी है। ബാക്കിയുള്ളതൊക്കെ ഞങ്ങളുടെ സഭയേക്കാൾ വലുതാണ്. बाकी सारी कलीसिया हमारे चर्चों से भी बड़ी है। എല്ലാം സെൽഫ് സപ്പോർട്ടിംഗ് സഭകളാണ്. सब सेल्फ सपोर्टिंग है। എല്ലാവർക്കും അവരുടെ കെട്ടിടമുണ്ട്. सबके पास अपना अपना बिल्डिंग है।
52 വർഷത്തിന് മുമ്പ് ഞാൻ പോയത് കൊണ്ടാണ്. 52 वर्षों के पहले मैं वहां पर गया था. നിങ്ങൾ പോകണം, आप लोग जाना, നിങ്ങളുടെ ഒരു കുഞ്ഞിനെ അയക്കണം, आपके अपने बच्चे को भेजना, നിങ്ങൾ പ്രാർത്ഥിക്കണം. आप प्रार्थना करना. എൻ്റെ ദൈവമേ, എൻ്റെ കുടുംബത്തിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു കുഞ്ഞ് സുവിശേഷത്തിലേക്ക് പോകട്ടെ. आप प्रार्थना करना, परमेश्वर मेरे परिवार से मेरा एक बच्चा कम से कम इस कार्य के लिए निकले. പക്ഷെ എന്തോ ചെയ്യാനാ, എല്ലായിടത്തും രണ്ടാവുമ്പോഴേ നിൽക്കും. सबके घर में 2 होते ही रुक जाते हैं. ഇവിടുത്തെ കാര്യമല്ല, ഞാൻ വേറെ ഓരോരുത്തരുടെ കാര്യം പറഞ്ഞത്. मैं यहाँ की बात नहीं कर रहा, दूसरे എല്ലാ പാസ്റ്റർമാർക്കും രണ്ടേ ഉള്ളൂ. सब पास्टर लोग के 2 ही बच्चे हैं. അങ്ങനെ ഒരു വാക്യമുണ്ട് കേട്ടോ, ऐसा बाइबल में एक അറിയാൻ वचन വയ്യാത്തവർ എഴുതിയെടുത്തോ. है. ऐसा बाइबल में एक वचन है, आप लिख लीजिए. മർക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 3-ാമത്തെ വാക്യം. मरकोस 18 का 3. 18-ാമത്തെ അധ്യായം. മർക്കോസിൽ 18 ഇല്ല. ഞാൻ ചിരിപ്പിക്കുകയല്ല, കരയിപ്പിക്കുകയാണ്. मैं आपको हंसा नहीं रहा हूँ, मैं रुला रहा हूँ. ഇനിയും കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളവരുടെയൊക്കെ പറയട്ടെ, 2-ൽ നിർത്തരുത്. 2 में नहीं रुकना. मैं ऐसा आपसे एक एडवाइस देना चाहता हूँ. ദൈവത്തിൻ്റെ ഒക്കെ പറയണം, ദൈവത്തിനോട് പറയണം, ദൈവത്തോട് പറയണം, परमेश्वर से बोलना, എനിക്കൊരു കുഞ്ഞിനെ കൂടെ തരണമേ. परमेश्वर मुझे एक और बच्चा देना. 2 ഉണ്ടെങ്കിൽ ഒന്നിനെ അയക്കാൻ പ്രയാസമെന്ന് എനിക്കറിയാം. जब 2 ही बच्चे होते हैं तो उनको भेजने में आपको दिक्कत होती है. കർത്താവേ, ഒരു കുഞ്ഞിനെ കൂടെ തന്നാൽ परमेश्वर अगर आप एक और बच्चे को ഞാൻ देंगे, നിന്റെ വേലയ്ക്ക് അയക്കും. मैं आपके कार्य के लिए ഏതിനെ അയക്കും നീ തീരുമാനിച്ചാട്ടെ. किसको भेजना है आप निर्णय लीजिए. ഒരു കുഞ്ഞിനെ കൂടെ തന്നാൽ एक बच्चा अगर और देंगे आप मुझे, എനിക്കറിയാവുന്ന ഒരു ദൈവദാസനുണ്ട്. मैं एक परमेश्वर के दास ഒരു को चाहता हूँ. ഡോക്ടറാണ്. वो एक डॉक्टर ആ है. ഡോക്ടർമാരും ദൈവദാസന്മാരുണ്ട്. परमेश्वर के दास डॉक्टर लोग भी मेडिकल बन सकते हैं. डॉक्टर. वो मेडिकल डॉक्टर है. വില്യം ജോൺ, विलियम जोन्स. മലയൻ കീഴം വില്യം ജോൺ. വില്യം जोन. ജോൺ जोन എൻ്റെ ഭാര്യയോട് കോളേജിൽ പഠിച്ചതാ. मेरे पत्नी के साथ कॉलेज में पढ़ा है. ഞാൻ കോളേജിൽ പോയിട്ടില്ലെങ്കിലും എൻ്റെ ഭാര്യ കോളേജിൽ പോയിട്ടുണ്ടെന്ന് 10 പേര് അറിയട്ടെ. मैं कॉलेज नहीं गया हूँ, लेकिन मैं फक्र के साथ बताता हूँ, मेरी पत्नी कॉलेज गई है. ഒരൊറ്റ മോളേ ഉള്ളായിരുന്നു. वो एक ही बेटी थी അവള് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി MBBS ഡോക്ടറായി. और उन्होंने एंट्रेंस एग्जाम पास करके वो MBBS डॉक्टर बनी. മോടെ ട്രെയിനിങ് കഴിഞ്ഞ ഉടനെ പറഞ്ഞു ഒറീസയിൽ പോയി സുവിശേഷം ചെയ്യാൻ. और जैसे ही ट्रेनिंग पूरा हुआ उससे कहा कि तुम जाकर सुसमाचार सुनाओ. ഇപ്പൊ അപ്പനും അവിടെ പോയിരിക്കുക സുവിശേഷം. उसके पिता भी अभी वहाँ गए हुए हैं सुसमाचार सुनाने. ഞാനും നിങ്ങളും പ്രാർത്ഥിക്കാം. मैं और आप प्रार्थना करेंगे. ദൈവമേ, എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരു കുഞ്ഞിനെ നിന്റെ വേലയ്ക്ക് വേണ്ടി അയക്കണം. परमेश्वर मेरे परिवार से एक बच्चे को कम से कम ഭാരതം സുവിശേഷീകരിക്കപ്പെടാത്തതിന്റെ ഉത്തരവാദിത്വം നമ്മളാണ്. भारत देश सुसमाचार नहीं सुना, उसका उत्तरदायित्व हमारा है. സായിപ്പുമാർ വരേണ്ട ആവശ്യമില്ല. बाहर से गोरे लोगों को आकर सुनाने की जरूरत നമുക്ക് नहीं है. പോകുവാൻ കഴിയും, हम जा सकते हैं, നമുക്ക് അയക്കുവാൻ കഴിയും. हम भेज सकते हैं. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. हम आंखें बंद करके प्रार्थना. ആര് പറയും कौन कहेगा ഞാൻ പോകും? मैं जाऊंगा? ആര് പറയും कौन कहेगा ഞാൻ അയക്കും? मैं भेजूंगा? ആര് പറയും कौन कहेगा പോയിരിക്കുന്നവർക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കും? जो गए हैं उनके लिए मैं प्रार्थना ആര് करूंगा? പറയും कौन कहेंगे പോയിരിക്കുന്നവരെ ഞാൻ സഹായിക്കും? जो गए हैं उनको मैं सहायता करूंगा? ഇതെല്ലാം ഞാൻ ചെയ്യും. ये सब मैं करूंगा. ഈ 4 പ്രവർത്തനവും ഞാൻ ചെയ്യും. ये चारों बातें मैं करने के लिए ഞാൻ तैयार हूं. പോകും, मैं जाऊंगा, ഞാൻ അയക്കും, मैं भेजूंगा, ഞാൻ കൊടുക്കും, मैं दूंगा, പോയിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ और പ്രാർത്ഥിക്കും. जाने वालों के लिए मैं ഇത് प्रार्थना 4 ചെയ്യുവാനുള്ള ഭാഗ്യം എനിക്ക് തരണമേ. मैं ये चारों कार्य कर सकूं परमेश्वर, इसका भाग्य मुझे देना. തീരുമാനമെടുക്കുന്നവർ നെഞ്ചത്ത് കൈവയ്ക്കാം. जो लोग ऐसा निर्णय ले रहे हैं वो अपने छाती पे हाथ रखें. ഞാൻ പോകും, मैं जाऊंगा. മുഴുവൻ സമയം അല്ലെങ്കിലും വല്ലപ്പോഴുമെങ്കിലും പോകും. अगर पूरा समय नहीं जा सकता तो बीच बीच में जाऊंगा. ഞാൻ അയക്കും. मैं भेजूंगा. എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരു കുഞ്ഞ് സുവിശേഷ വേലക്കാരനായി തീരട്ടെ. मेरे परिवार से एक बच्चा कम से कम सुसमाचार सुनाने के लिए. പോയിരിക്കുന്നവർക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കും. जो गए हैं उनके लिए मैं प्रार्थना करूंगा. അവർക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും കൊടുക്കും. मैं उनके लिए कुछ ना कुछ तो जरूर दूंगा. എൻ്റെ ദശാംശം കൂടാതെ 1% സുവിശേഷം കേട്ടിട്ടില്ലാത്തവരുടെയും പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി ഞാൻ കൊടുക്കും. मेरे 10वें अंश को हटाकर उसके अलावा कम से कम 1% पैसा उनको लिए दूंगा. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. मैं आपके लिए प्रार्थना ഈ करना चाहता हूं. തീരുമാനമെടുക്കുന്നവർ നെഞ്ചത്ത് കൈവയ്ക്കാം. जो लोग ये निर्णय ले रहे हैं वो अपनी छाती पे हाथ എൻ്റെ रखें. സ്വർഗസ്ഥനായ ദൈവമേ, ഞാൻ ഈ പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവരെടുത്തിരിക്കുന്ന തീരുമാനത്തിൻ്റെ മേൽ നിന്റെ ആശീർവാദം ഉണ്ടായിരിക്കട്ടെ. അവരെ അനുഗ്രഹം പ്രാപിക്കട്ടെ. അവർ പോകട്ടെ, അവർ പോയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, അവർ സഹായിക്കട്ടെ. ഭാരതം ദൈവശബ്ദം കേൾക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ആമേൻ. ആമേൻ.